ഉപ്പില്ല. താമസാക്കിയാലോ? മണാലിയിൽ എത്തിയിട്ടും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കും. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മൾ മണാലിയിൽ എത്തിയിട്ടുള്ള ഡേ 1 ആണ് ഇത്. അപ്പം റൂമിലെത്തി നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയാലും നേരെ നമ്മളിതാ ചായ കുടിക്കാനാണ് പോയത്. നമ്മൾ ചായ കുടിച്ചു. എന്തൊക്കെയാട്ടാ കഴിച്ചേ? ചായ കുടിച്ചു, ഉപ്പുമാവ്, പിന്നെന്താ ആലു പൊറോട്ട, പിന്നെന്തായിരുന്നു, പിന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെയോ പിന്നെന്തേലും എന്തോ ഒന്നുകൂടി ഇല്ലായിരുന്നോ? ബ്രെഡും ജാമും. വീത് ബ്രെഡും ജാമല്ല കഴിച്ചേ. ഇഷ്ടായോ സ്ഥലോ? ഇത് തണുക്കുണ്ടോ? തണുക്കുണ്ട്. പപ്പയ്ക്ക് തണുക്കുണ്ടോ? ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്ന പപ്പ മണാലിയിൽ എത്തിയിട്ടും ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ നമുക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്ത് വന്നാലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സി ഡ്രൈവർ പറഞ്ഞത് നമ്മളൊരു ഏകദേശം 12-12:30 ആകുമ്പം വരാമെന്നാണ്. അങ്ങനെ നമ്മൾ ടാക്സി എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇന്ന് ഫുൾ സൈറ്റ് സീയിങ് ഒക്കെയാണ് ഉള്ളത്. സൈറ്റ് സീയിങ് എന്ന് വെച്ചാൽ നമ്മൾ ഹഡിംബ ടെമ്പിൾ, പിന്നെ മണാലിയിലെ ലോക്കൽ മാർക്കറ്റുകൾ, അവിടേക്കൊക്കെയാണ് പോകുന്നത്. മഞ്ഞ് എന്റെ അമ്മ മരത്തിന്റെ വലുപ്പം. ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഇടാൻ പോകണം. എന്താവും അറിയില്ല, നോക്കാം. ഏതാ അമ്മേൻ്റെ അടുത്ത് നിന്നോ? ഞങ്ങളിപ്പോൾ ഏതുവാ മണാലിക്കാരികളൊപ്പമാണ് ഞങ്ങളുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇടുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞതിന് അങ്ങനെ ഏട്ടൻ പക്ഷേ നിർബന്ധിച്ചിട്ട് അങ്ങനെ പിന്നെ ഇട്ടതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല തീരെ കേട്ടോ. അപ്പോൾ നമ്മൾ വേദൂസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു രസമില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം നേരെ നമ്മളിതാ ഹഡിംബ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഹഡിംബ ടെമ്പിൾ. നല്ല ഭംഗിയിട്ടോ കാണാൻ. ചുറ്റിലുള്ള മരങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കാണാൻ ഭംഗി. എന്ത് രസമാറിയോ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ടെമ്പിളിന് ചുറ്റും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ടെമ്പിളിൽ കയറി തൊഴുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഷൂ അയക്കാൻ മടിച്ചിട്ട് ഞങ്ങൾ 3 കയറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ നേരെ താഴോട്ട് ഇറങ്ങി. താഴോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായാലും ഇങ്ങനെ നടക്കാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. ഈ ടെമ്പിൾ ഏകദേശം ഒരു പൊക്കമുള്ള സ്ഥലത്താട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിലിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പം നമ്മൾ സൈഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ച് ഇവരിങ്ങനെ വിൽക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ ഷോള്, പിന്നെ ക്യാപ്പ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ആ ഒരു ടെമ്പിളിലേക്ക് വേണ്ട പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെയാന്ന് തോന്നുന്നു. തേങ്ങ, അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ അതും വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പം അതിലിങ്ങനെ നടക്കാൻ തന്നെ ഒരു നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ. കുറേ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും താഴോട്ട് ഇറങ്ങുന്നുണ്ട്, മേലോട്ട് കയറുന്നുണ്ട്. നല്ലൊരു കുറച്ച് തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങണം എന്നൊന്നുമില്ല. നമുക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ
നല്ല രസമായിരുന്നു. പിന്നെ വെച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങാനായിട്ടൊന്നും പോയില്ല. നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടെത്താനായപ്പം വേദൂസ് കണ്ടത് 2 യാക്കുകുട്ടന്മാരെയാണ്. അവൻ ശരിക്കും കൗതുകത്തിലായിരുന്നു. അവൻ മാത്രമല്ല ഞങ്ങളും കൗതുകത്തിലായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ സംഭവം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പം അതിനെ കാണാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അതിനെ കണ്ടിട്ട് പേടിയായിട്ടോ. അപ്പം ഇവർ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മളെ സവാരി ചെയ്യാം, നമ്മളെ ഹോട്ടലിൻ്റെ അടുത്തേക്കൊക്കെ അതിനെ പുറത്ത് കയറിയിട്ട് അവർ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ. ഞങ്ങളില്ലയെന്ന് പറഞ്ഞു. പേടി മാത്രമല്ല പാവം തോന്നി അതിനെ കാണുമ്പം. അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോയി. അവിടെ കുറേ ഡ്രസ്സുകൾ, സ്വെറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ പീടികകളുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനുള്ളത്. നമ്മളൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ. അതൊന്നും കിട്ടുന്നില്ല, നമ്മളെ കണ്ണോണ്ട് കാണണേ. ആ വന്നെ കാണണം, ആസ്വദിക്കണം. ഗൈസ്, നിങ്ങൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ ഒരിക്കൽ വരിക, അത്രയും അടിപൊളിയാണ്. ഇവിടെ സ്ഥിരതാമസാക്കിയാലോ? ഇവിടെ സ്ഥിരം താമസിക്കും, ഞാൻ വീട്ടിൽ പോയി വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം നമുക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ലൊരു ഹോട്ടൽ തപ്പി കയറിട്ടോ. നല്ല നീറ്റായ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ, അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കയറി. എങ്ങനെ ഉണ്ടാവും ഫുഡൊന്നും അറിയില്ല. അങ്ങനെ നമ്മളെന്തൊക്കെയാണ് കഴിക്കുന്നത്? ഇത് കഴിക്കുമോ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇപ്പം തണുപ്പ് കുറവുണ്ട് അല്ലേ? തണുപ്പ് കുറഞ്ഞു. വെയിലുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ വൈകുന്നേരം നല്ല തണുപ്പ്. വെയിൽ പോകുന്നതിനനുസരിച്ച് തണുപ്പ്. നമ്മുടെ വേദൂസിനെ മാഗി എത്തിരിക്കുകയാണ്. ഏതു സൂപ്പർ ജീര റൈസ്, ദാൽ. ജീര റൈസ്. ഉപ്പില്ല. ദാൽ ഫ്രൈ കൂട്ടിയിട്ട് സൂപ്പറാട്ടോ. ചൂട് പറക്കുന്നുണ്ടോ? സൂപ്പർ കേട്ടോ. സൂപ്പറാണ്. പൊളി പൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഇതൊന്നുമില്ല, ഉള്ളിൻ്റെ കറി. എൻ്റെ മോനെ അതൊന്ന് കഴിച്ചു നോക്കും. വേദക്കുട്ട മോമോസ് ട്രൈ ചെയ്യും. ഏതെങ്ങനെ ഉണ്ട് പറയുമ്പോൾ ഏതെങ്ങനെ കാണിക്കും. എങ്ങനെ വരും? സൂപ്പർ. അങ്ങനെ നമ്മൾ
ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അടിപൊളി തന്നെ. അപ്പോൾ നമ്മളെ ഹോട്ടലിൽ ഇവിടെ എന്താ AC അല്ലേ ഉണ്ടാവുക. അവിടുത്തെ ഹോട്ടലിൽ എന്താ അറിയുള്ളൂ, ആ ഒരു ഹീറ്ററിൻ്റെ കോയിലില്ലേ, അത് നമുക്ക് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി അതാട്ടുള്ളത്. പിന്നെ നേരെ പോയത് പിന്നെ ഈ ഒരു നാഷണൽ പാർക്കിലേക്കാണ്. വാൻ വിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് മണാലിയിലുള്ള. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലും നമ്മളെ ഹഡിംബ ടെമ്പിളിലേക്കൊക്കെ പ്രവേശിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം അതിൽ വേദുവിനെ കയറ്റിയിട്ട് അവൻ അതിലിങ്ങനെ ചാടിക്കളിക്കുമായിരുന്നു. പക്ഷേ ആകെ ഒരു 2 മിനിറ്റ് പോലും അവൻ ചാടിക്കളിച്ചില്ല, വെറുതെ കയറ്റിയെന്ന് മാത്രം. തണുപ്പായതുകൊണ്ടാണ് അവനാവുന്നില്ല, ആള് കുറച്ച് ടയേർഡായിരുന്നു. അങ്ങനെ പിന്നെ താഴോട്ട് കുറേ പെഡൽ ബോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ നിന്നില്ല. ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് നടന്നു കേട്ടോ. അങ്ങനെ നേരെ പുറത്തെത്തിയപ്പം പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങളെ ടാക്സി ഡ്രൈവർ പറഞ്ഞു തൊട്ടപ്പുറത്തേക്ക് നമ്മളെ ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രി ഉണ്ടെന്ന്, അപ്പം ബുദ്ധിസ്റ്റ് ടെമ്പിൾ. അപ്പം അത് കാണാമെന്ന് വെച്ച് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്നു. അപ്പം എവിടെയാണെന്നറിയില്ല, നമ്മൾ സ്വയം ഇങ്ങനെ കണ്ടുപിടിക്കണം. അത് നല്ല രസമുള്ളൊരു പരിപാടിയല്ലേ, നമ്മൾ സ്വയം ഇങ്ങനെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് പോകുക എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ എന്തോ ഒരു ടിബറ്റൻ മാർക്കറ്റാണ്. അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. അങ്ങനെ കുറേ ക്യൂട്ടായ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ, ഇങ്ങനെ ഇരുന്ന് തലയാട്ടുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം വേദൂസിന് ടോയ്സ് വേണമെന്നായി. അങ്ങനെ നമ്മൾ ടോയ്സ് അയച്ച് നോക്കിയപ്പം അവിടെ ഇങ്ങനത്തെ ഈ ക്യൂട്ടായിട്ടുള്ള കുറേ ചെറിയ ഈ സ്റ്റാച്ചു പോലത്തെ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവന് പറ്റിയ ടോയ്സ് ഒന്നും സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവൻ പറഞ്ഞു അവന് കീ ചെയിൻ വേണമെന്ന്. കീ ചെയിൻ നോക്കിയപ്പം അതൊന്നും അത്ര നന്നില്ലായിരുന്നു. അവന് ഉദ്ദേശിച്ച കീ ചെയിനൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബുദ്ധിസ്റ്റ് മൊണസ്ട്രി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഏതോ ഒരു ചൈനയിലൊക്കെ എത്തിപ്പെട്ട പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പക്ഷേ എന്തോ എൻട്രി ഫീസ് എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിക്ക് വീഡിയോഗ്രാഫിക്ക് അങ്ങനെ ചെറിയ എന്തോ ഒരു ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ ഞാൻ കയറാൻ മടിച്ചിരിക്കുകയാണ്, ഷൂ ഒക്കെ അയച്ച് കയറണ്ടേ. അങ്ങനെ ഞാൻ മടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞു കയറിക്കോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷൂ ഒക്കെ അയച്ച് വെച്ച് ഞങ്ങൾ കയറിയതാണ്. ഏട്ടനാട്ടോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സംഭവം നല്ല ഭംഗിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ കാണാൻ.
അങ്ങനെ നമ്മുടെ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ഇടവും വലവും വേറെ ഏതോ 2 സ്റ്റാച്യൂവും കൂടെ ഉണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ വേദൂസ് പറയുന്നത് മോൺസ്റ്റർ ആണെന്നാണ്. അങ്ങനെ നമ്മൾ ബുദ്ധിസ്റ്റ് ടെമ്പിളിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മണാലിയിലെ ലോക്കൽ മാർക്കറ്റുകളിലേക്കാണ്. അങ്ങനെ നമ്മളിതാ നേരെ ഇറങ്ങിയപ്പോൾ തന്നെ ഈ കാണുന്നത് നമ്മളെ ഗുലാബ് ജാമുനെ പോലെയുള്ള എന്തോ സംഭവമാണ്. സ്വീറ്റ് ബോൾ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതാ കോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വേദൂസിന് ഇതുവരെ ടോയ്സ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആളാകെ കൺഫ്യൂസ്ഡാണ്, ഏതെടുക്കണം എന്തെടുക്കണം. ഇത് അവന് കളിക്കാൻ പറ്റിയ ടോയ്സുകളല്ല കേട്ടോ. ഇത് ഫുൾ സ്റ്റേഷനറി ഐറ്റംസ് ഇല്ലേ, നമ്മളെ പേന, പെൻസിൽ, അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. ഇതൊന്നും ആൾക്ക് വേണ്ട, ആൾക്കൊന്നും ഇഷ്ടമായില്ലേ. പിന്നെ ഞാനിതാ കമ്മൽ നോക്കാൻ കയറി. എൻ്റെ പൊന്നോ, എത്ര കമ്മലാണ് ഉള്ളതെന്ന് അറിയാം. പക്ഷേ എല്ലാത്തിനും മുടിഞ്ഞ റേറ്റാണ്. ആ ഒരു ചെറിയ കമ്മലിന് വരെ 100 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അത്ര ചെറിയ കമ്മലുകൾ ഇടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങാൻ നിന്നില്ല. പിന്നെ കമ്മലുകൾ കണ്ടാൽ ഞാൻ പിന്നെ നോക്കാതിരിക്കില്ലല്ലോ. ഞാൻ കുറേ നേരം തപ്പി നോക്കി, പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. കമ്മലുകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കുറേ കമ്മൽ വാങ്ങും, പക്ഷേ ഏതെങ്കിലും 1-2 കമ്മൽ സ്ഥിരമായിട്ട് ഇടും. ബാക്കി ഭദ്രമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെക്കും. അതാണ് എൻ്റെ ഹോബി. ഒരു കമ്മലിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അവിടുന്ന് ഒന്നും കിട്ടിയില്ല, വേദൂസിനും ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മളെ വേദൂസിന് ടോയ്സ് നോക്കാൻ വേണ്ടി നമ്മൾ നേരെ അതിൻ്റെ ഒരു ഉള്ളിൽ കൂടെ നമ്മൾ ഉള്ളോട്ട് കയറി നോക്കി. അവൻ്റെ ടോയ്സ് എന്ന് വെച്ചാൽ കുറേ കടയിൽ നമ്മൾ നോക്കി. അവൻ പറയുന്ന ടോയ്സിനൊക്കെ ഭയങ്കര റേറ്റാണ്. 400, 500. അവിടുന്ന് താഴോട്ടൊരു റേറ്റില്ല ഒരു ടോയ്സിനും. എല്ലാത്തിനും അത്രയും ഭയങ്കര റേറ്റാണ്. അതും കാണാനില്ല സംഭവം. എല്ലാം ചെറിയ ചെറിയ കാറ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അതൊക്കെയാണ് അവന് വേണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ കോഴിക്കോട്. അങ്ങനെ അവസാനം നമുക്കൊരു കടയിൽ നിന്ന് അവൻ എന്താണോ ഉദ്ദേശിച്ചത്, ഒരു കാറ്, അത് അവന് കിട്ടി കേട്ടോ. അപ്പോൾ ആൾ നല്ല ഹാപ്പിയായേ. അത് കിട്ടിയപ്പം ഞങ്ങളും ഹാപ്പിയായി. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കടകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവനൊരു ടോയ്സിന് വേണ്ടി. നമുക്കൊന്നും ഇതുവരെ കിട്ടിയില്ലേന്ന്. അപ്പം അത് കിട്ടിയപ്പോൾ ആളെ മുഖം ഒന്ന് തെളിഞ്ഞു കേട്ടോ. ഏത് കാണിച്ചു കൊടുത്തേ? ഏതോ അങ്ങനെ നമ്മളെ വേദൂസിന് ടോയ്സൊക്കെ വാങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പം കുറേ ആളുകൾ കൂടി നിന്ന് ആരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അങ്ങനെ ഞാനും പോയി നോക്കി എന്താ സംഭവമെന്ന്. ആരുമല്ല, ഈ ഡോഗിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ് കുറേ ആളുകൾ. നല്ലോണം പോസ് ചെയ്ത് കിടന്നു കൊടുക്കുന്നുണ്ടെന്ന്. ആരോ വളർത്തുന്ന ഡോഗാണ്, അല്ലാതെ ഇങ്ങനെ നിന്ന് കൊടുക്കുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഇതിലിങ്ങനെ നടക്കും. പക്ഷേ ഇതിലിങ്ങനെ നടക്കാനില്ലേ, നമുക്ക് ആ ഒരു ക്ഷീണം അത്രയും കൊണ്ട് അറിയുന്നില്ല. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അതിലിങ്ങനെ നടക്കാൻ. വെച്ചാൽ നമുക്ക് അത്ര ചൂടൊന്നുമില്ലല്ലോ, തണുപ്പായതുകൊണ്ട്. പക്ഷേ തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും തണുപ്പ് കൂടുന്നുണ്ടായിരുന്നു. ആ വെയിൽ അറയ്ക്കുന്ന ആ ടൈമിന് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പം അത്ര തണുപ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ നമുക്കിങ്ങനെ തണുപ്പടിക്കാൻ തുടങ്ങിയ. അങ്ങനെ നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഈ കേസർ മിൽക്ക് എൻ്റെ കണ്ണിൽ പെട്ടത്. അങ്ങനെ പിന്നെ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്തൊക്കെ അയച്ചു. അങ്ങനെ നമ്മൾ ഒന്ന് ഓർഡർ ചെയ്തു. സംഭവം കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ കേസർ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് അവർ എന്തോ ഒരു ബദാം മിൽക്കില്ലേ നമ്മളെ, ആ ഒരു ബദാം മിൽക്കിൻ്റെ ആ ഒരു ഫ്ലേവർ ആട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്. അങ്ങനെ തന്നെയാണോ അതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ടായിരുന്നു. അവസാനം ഏത് ചിരിച്ച് ഏതെങ്ങനെ ചിരിക്കാൻ ചപ്പക്കിലാക്കും.
തണുക്കുണ്ടോ? തണുക്കുണ്ടോ? ഉണ്ടോ? അങ്ങനെ നമ്മളതാ വേറെ ഒരു ഷോപ്പിൽ കയറി. എനിക്ക് മണാലിയിൽ വന്നല്ലേ ആ ഒരു സിഗ്നേച്ചറുള്ള എന്തെങ്കിലും ഒരു സംഭവം വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ തപ്പി നോക്കിയപ്പം എനിക്കൊരു സംഭവം കിട്ടി. എന്താണെന്നല്ലേ, നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കുന്ന ആ മാഗ്നറ്റ് ഇല്ലേ, ഇങ്ങനെ ഐ ലവ് മണാലി എന്നൊക്കെ എഴുതി അട്ടൽ ടണലിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പം ഞാൻ അതങ്ങ് വാങ്ങിട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പം എന്താ ഈ ഒരു പയ്യൻ ഇരുന്ന് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ ചിത്രം വരച്ച് എന്താ പേരൊക്കെ എഴുതി ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സംഭവം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ആർട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. കുറച്ച് തണുപ്പ് നല്ലോണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വേദൂസിന് ഇങ്ങനെ പുറത്ത് ഇരിക്കാൻ പറ്റുന്നില്ല കുറേ നേരം. അതുകൊണ്ട് നമ്മൾ കുറേ നേരം ഒന്നും ചുറ്റിക്കറങ്ങാതെ നേരെ നമ്മൾ റൂമിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ മണാലി സെക്കൻഡ് ഡേ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സേമിയ പായസം. ഹലോ ഹലോ, എങ്ങനെയുണ്ട് ഫുഡ്? എന്തൊക്കെ കുഴപ്പിക്കുന്നു. ഏതാ അവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക?